മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും രാജിവെച്ചു. LDFിലെ മുൻ ധാരണ പ്രകാരമാണ് രാജി. KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഈ മാസം 29-ന് പുതിയ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്യും. രണ്ടാം പിണറായി വിജയൻ സർക്കാർ അധികാരത്തിലേറിയപ്പോൾ തന്നെ LDFിലെ 4 കക്ഷികളിൽ 2 കക്ഷികൾക്ക് വീതം 2.5 വർഷം മന്ത്രിസ്ഥാനം എന്നത് ധാരണയായിരുന്നു. ഇതിൻ പ്രകാരമാണ് 2.5 വർഷം പൂർത്തിയാക്കിയ മന്ത്രിമാരായ അഹമ്മദ് ദേവർകോവിലും ആന്റണി രാജുവും മുഖ്യമന്ത്രിക്ക് രാജിക്കത്ത് കൈമാറിയത്. മുഖ്യമന്ത്രി രാവിലെ കണ്ടു, ഞാൻ രാജി സമർപ്പിക്കുകയാണ് ഉണ്ടായത്. ഇനി തുടർന്ന് ഞാൻ MLA എന്നുള്ള തിരുവനന്തപുരം നഗരത്തിൻ്റെ MLA ആണ്. തിരുവനന്തപുരം സെക്രട്ടേറിയറ്റ് ഉൾപ്പെടുന്ന നിയമസഭാ മണ്ഡലത്തിലെ MLA ആയി തന്നെ ഞാൻ നിങ്ങളോടൊപ്പം തന്നെ ഇവിടെ തന്നെ ഉണ്ടാവും. നിങ്ങൾ എനിക്ക് കഴിഞ്ഞ 2.5 വർഷക്കാലം നൽകിയ പിന്തുണയ്ക്ക്, പ്രോത്സാഹനത്തിന്, അതുപോലെ തന്നെ പ്രാർത്ഥനയ്ക്കെല്ലാം ഞാൻ അങ്ങേയറ്റം നന്ദി പറയുകയാണ്. മാധ്യമ സുഹൃത്തുക്കളിൽ നിന്നും ജനങ്ങളിൽ നിന്നുമൊക്കെ വലിയ പിന്തുണ ലഭിച്ചതുകൊണ്ടാണ് നന്നായി പ്രവർത്തിക്കാൻ കഴിഞ്ഞതെന്ന് മനസ്സിലാക്കുന്നത്. മുന്നോട്ടുള്ള പ്രയാണത്തിൽ ഒരു MLA എന്ന നിലക്ക് കോഴിക്കോട്ട് സൗത്ത് മണ്ഡലത്തിലെ ജനങ്ങളുടെ ആഗ്രഹങ്ങൾക്കനുസരിച്ച് പ്രവർത്തിക്കാൻ സജീവമായി മണ്ഡലത്തിലുണ്ടാകും. അതോടൊപ്പം പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നിലക്ക് സംസ്ഥാന തലത്തിലും പ്രവർത്തന രംഗത്ത് സജീവമായി ഉണ്ടാകും എന്നാണ് അറിയിക്കാനുള്ളത്. പുതിയ മന്ത്രിമാരായി KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും ഈ മാസം 29-ന് സത്യപ്രതിജ്ഞ ചെയ്യുമെന്ന് LDF കൺവീനർ EP ജയരാജൻ വ്യക്തമാക്കി. ഈ മാസം ഡിസംബർ മാസം 29-ാം തീയതി വൈകുന്നേരം 2 പുതിയ മന്ത്രിമാർ സത്യപ്രതിജ്ഞ ചെയ്യാൻ തീരുമാനമെടുത്തു കഴിഞ്ഞു. നിലവിലുള്ള 2 മന്ത്രിമാർ അവരുടെ രാജി സമർപ്പിച്ചു കഴിഞ്ഞു. പുതിയ സ്ഥാനത്തിൽ സന്തോഷമുണ്ടെന്നും ഏത് വകുപ്പാണെങ്കിലും കൃത്യമായി പ്രവർത്തിക്കുമെന്നും KB ഗണേഷ് കുമാറും രാമചന്ദ്രൻ കടന്നപ്പള്ളിയും പ്രതികരിച്ചു. നന്നായി ഒരു ജോലി ചെയ്യാൻ മുഖ്യമന്ത്രി ഒരു ചുമതല ഏൽപ്പിച്ചിരിക്കും. ആ ചുമതല കൃത്യമായി നിർവഹിക്കാൻ എല്ലാവരും സഹായിക്കും. ഗതാഗത വകുപ്പ് ആണെങ്കിൽ അദ്ദേഹം അത് പറഞ്ഞില്ല, അത് പറയുകയാണെങ്കിൽ ഗതാഗത വകുപ്പാണെങ്കിൽ ഒരുപാട് ജോലിയുണ്ട്. പക്ഷേ എങ്കിലും ഇന്നത്തെ സ്ഥിതിയിൽ നിന്ന് അതിനെ ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ കഴിയും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ചില ആശയങ്ങളൊക്കെ മനസ്സിലുണ്ട്. പക്ക നന്നാക്കി ലാഭത്തിലാക്കാനൊന്നുമുള്ള മണ്ടത്തരം പറയത്തില്ല. അതിനെ വളരെയധികം ഇമ്പ്രൂവ് ചെയ്യാൻ ഗവൺമെൻറ്റിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് അഭിമാനകരമായ നിലയിൽ അതിനെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഒരു പിന്തുണ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതിന് കഴിയും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെയും രാഷ്ട്രീയ സാഹചര്യങ്ങളുടെയും സവിശേഷതകളും പ്രത്യേകതകളും അങ്ങനെ ചുമതല വഹിക്കാൻ നിയുക്തനാകുന്നതാണ്. ആ നിയുക്തമാകുന്ന ചുമതല വളരെ വിനയപൂർവ്വം സത്യസന്ധമായി വിശ്വാസ്യതയോടുകൂടി സത്യസന്ധതയോടുകൂടി കൈകാര്യം ചെയ്യാമെന്നുള്ളതാണ് എൻ്റെ വിനീതമായ പ്രാർത്ഥനയും ആഗ്രഹവും. ഏത് വകുപ്പായിരുന്നാലും വകുപ്പിനെ കുറിച്ച് ഏതാണെന്ന് ഞാൻ അന്വേഷിച്ചിട്ടേ ഇല്ല. ഏത് വകുപ്പായിരുന്നാലും ആ വകുപ്പിനോട് നീതി പുലർത്തുക, ഉത്തരവാദിത്വം നിർവഹിക്കുക എന്നുള്ളതാണ്. പുതിയ മന്ത്രിമാരുടെ വകുപ്പുകൾ സംബന്ധിച്ച് മുഖ്യമന്ത്രിയാകും തീരുമാനമെടുക്കുക. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.